ബൈബിൾ പഠിക്കേണ്ടതുണ്ടെന്ന് പലർക്കും അറിയാം. എന്നാൽ പഠിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെയുള്ള ശ്രമം പലപ്പോഴും ഉദ്ദേശിച്ച ഫലം തരില്ല. ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ളത് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവിക പ്രമാണ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് അത് ശരിയായ നിലയിൽ പഠിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ജീവസന്ദേശത്തിലൂടെ താങ്കൾ കേൾക്കുവാൻ പോകുന്നത്. ഇതാ ആരംഭിക്കുന്നു ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ, ഭാഗം 1. ജീവസന്ദേശം. എല്ലാ രംഗത്തും വിജയിച്ചിരിക്കുവാനാണല്ലോ എല്ലാ മനുഷ്യരും എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കുവാനുള്ള കുറുക്കുവഴികൾ പറഞ്ഞു തരുന്നതാണ് എന്ന് പറഞ്ഞു വരുന്നവർക്ക് നാം അധികം ശ്രദ്ധയും അംഗീകാരവും നൽകുന്നുണ്ടല്ലേ? മിക്കവാറും അവർ പറഞ്ഞു തരുന്ന വഴികളിൽ തന്നെ നാം പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അങ്ങനല്ലേ? എന്നാൽ ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യരായ നാം എല്ലാവരും എല്ലാ രംഗത്തും വിജയിക്കണം എന്ന് തന്നെയാണ് നല്ലവനായ ദൈവവും ആഗ്രഹിക്കുന്നത്. ആരും എങ്ങും തോൽക്കണം എന്ന് ദൈവം ഒരു മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. ദൈവം സ്നേഹവാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം വിജയിക്കണമെന്നാണ് നാം ഓരോരുത്തരും എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ തോൽക്കണം എന്ന് നാം ഒരിക്കലും ചിന്തിക്കില്ല. എല്ലാ രംഗത്തും അവർ ഉന്നതരാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നല്ലവനായ ദൈവം നമ്മുടെ പിതാവാണ്. അവിടുന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമായി നാം ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. നമ്മുടെ ഈ ആയുസ് എല്ലാം കൊണ്ടും വിജയപ്രദമാക്കുവാൻ വേണ്ടതായ എല്ലാ ആലോചനകളും ദൈവം എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. അവയെ അറിയുക, അനുസരിക്കുക എന്നതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. ആയുസ് വിജയപ്രദമാക്കുവാൻ വേണ്ടതായ ദൈവിക ആലോചനകൾ നൽകിയിരിക്കുന്നത് ദൈവവചനമായ വിശുദ്ധ ബൈബിളിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ ക്രമമായി പഠിപ്പിക്കുവാൻ ഞങ്ങൾ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ അനേക വർഷങ്ങളിലായി ജീവസന്ദേശം എന്ന ഈ ബൈബിൾ പഠന പരിപാടിയിലൂടെ ആയിരങ്ങളെ ശരിയായ പാത പറഞ്ഞു മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ വിനയത്തോടെ ദൈവനാമ മഹത്വത്തിനായി ഓർക്കട്ടെ. ബൈബിൾ ആദ്യോടന്തം പഠിപ്പിക്കുന്ന ഈ പ്രക്ഷേപണം ക്രമമായി ശ്രദ്ധിക്കുന്നത് മൂലം താങ്കൾക്കും കുടുംബത്തിനും താങ്കളുടെ സഭയ്ക്കും സമൂഹത്തിനും വലിയ അനുഗ്രഹമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ വേറെ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഇത് ശ്രദ്ധിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ബൈബിൾ ആദ്യം മുതൽ നാം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. പലർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കട്ടെ. ഇത് ക്രമമായി ശ്രദ്ധിക്കുവാൻ താങ്കളുടെ കുടുംബത്തിലുള്ളവരെയും സ്നേഹിതരെയും ഇന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. ശ്രദ്ധിക്കുവാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ മാത്രം പോരാ കേട്ടോ. അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നിടയ്ക്കിടെ ഒന്ന് തിരക്കുകൂടി വേണം. ഈ അതുല്യ അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തുക. നാം ഇന്ന് ആരംഭിക്കുന്ന പഠനം അടുത്ത 5 വർഷം തുടരുന്നതാണ്. ഇതിനിടെ നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയവും എന്നോട് എഴുതി ചോദിക്കാവുന്നതാണ്. അനേകർക്കും ബൈബിളിനെ പറ്റിയുള്ള ശരിയായ ധാരണയേക്കാൾ ഏറെ തെറ്റായ ധാരണകളാകുന്നുള്ളത് എന്നത് ഒരു പരിതാപകരമായ സ്ഥിതിയാണ്. അങ്ങനെ മുൻവിധികൾ വെച്ചുകൊണ്ട് നാം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഒന്നും ശരിയായി ഗ്രഹിക്കുവാൻ കഴിയില്ല. ഏറ്റവും വലിയ മുൻവിധി ബൈബിൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഇത് നമുക്കൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഏതോ നിഗൂഢ ഗ്രന്ഥമാകുന്നു എന്നതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിൾ എന്നത് ഏതൊരു മനുഷ്യനും സ്വയമായി പഠിക്കുവാൻ കഴിയുന്ന ലളിതമായൊരു പുസ്തകമാണ്. ഏതൊരു പുസ്തകം പഠിക്കണമെങ്കിലും ചില നിർദ്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കണമല്ലോ. അതുമാത്രമാകുന്നു ഇവിടെയും ഞാൻ ചെയ്യുവാൻ പോകുന്നത്. ഒരു പ്രധാന കാര്യം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അധ്യാപകനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എങ്ങനെ ബൈബിൾ സ്വയമായി പഠിക്കുവാൻ സാധിക്കും എന്നാണ്
ഞാൻ അടുത്ത 2 ആഴ്ചകളിൽ പറയുവാൻ പോകുന്നത്. എന്താ, പഠിക്കുവാൻ താല്പര്യമല്ലേ? നമുക്ക് പ്രാർത്ഥനയോടെ ഈ പഠനം ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ നല്ലവരായിരിക്കാൻ, മാതൃകയുള്ളവരായിരിക്കാൻ, ജീവിതത്തിൽ വിജയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ തിന്മ വന്ന് ഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ അനുസരണക്കേടുകൾ കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ ലംഘനങ്ങൾ കൊണ്ടും ഞങ്ങൾ വളരെയധികം പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്, തെറ്റായ വഴികളിൽ അലയാറുണ്ട്. എന്നാൽ അവിടുത്തെ വചനം ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, ശരിയായ വഴിയിൽ നടത്തുവാൻ അവിടുന്ന് തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവെ, ഇന്നു മുതൽ വീണ്ടും ഞങ്ങൾ തിരുവചനം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ഈ പഠനത്തിന്റെ ഓരോ ദിവസത്തിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ക്രമമായി പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനം അർഹിക്കുന്നതായ വില അതിന് നൽകി ഞങ്ങളത് പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ മലയാള ഭാഷ സംസാരിക്കുന്ന എല്ലാ വ്യക്തികളും തിരുവചനം പഠിക്കുന്നതിന് ഇങ്ങനെയൊരു മുഖാന്തരം അവിടുന്ന് തന്നതോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഇത് പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കണമേ. മറ്റുള്ളവരെ അതിനുവേണ്ടി ഒരുക്കുന്നതിനായി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. വചനത്തിന്റെ ആഴങ്ങളിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഇനിയും ചിന്തിക്കാം. അതിനു മുൻപ് ബൈബിളിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ കൂടി. ബൈബിൾ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാകുന്നുവോ? നല്ല ചോദ്യമായിരിക്കുന്നില്ലേ? ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ദ്രോഹം സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാകുന്നു വിശുദ്ധ ബൈബിൾ. മറ്റേതൊരു ഗ്രന്ഥത്തിനുണ്ടായിട്ടുള്ളതിലും അധികം ആക്രമണം ഇതിനോടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇത് അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് ആളുകൾക്ക് സഹായകരമായിട്ടുണ്ട്. ഇന്നും സഹായകരം ആകുന്നു. കഴിഞ്ഞ പല സഹസ്രാബ്ദങ്ങളായി അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യകുലത്തിന്മേൽ ഇത്രമാത്രം ഭയങ്കരമായ സ്വാധീനവും ഈ സ്വഭാവവുമുള്ള ഒരു പുസ്തകം തീർച്ചയായും സ്ത്രീ പുരുഷന്മാരുടെ ബുദ്ധിപൂർവമായ പരിഗണന അർഹിക്കുന്നതാണ്. സാധാരണ ഒരു പുസ്തകം പോലെ മാത്രം ഇതിനെ കണക്കാക്കുന്നത് ദോഷം മാത്രമേ ചെയ്യൂ, പ്രയോജനമുണ്ടാക്കില്ല. സർ വാൾട്ടർ സ്കോട്ട് എന്ന മഹാനായ എഴുത്തുകാരൻ തന്റെ മരണശയ്യയിലായിരുന്നപ്പോൾ സ്നേഹിതനായ ലോക്ക്ഹാർട്ടിനോട് പറഞ്ഞു, തനിക്ക് വേണ്ടി വായിക്കുക എന്ന്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നതിന് ശേഷം ലോക്ക്ഹാർട്ട് വാൾട്ടർ സ്കോട്ട് എഴുതിയ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന ആ അലമാരയിൽ തക്കതായൊരു പുസ്തകം അന്വേഷിച്ചു. അതിലൊന്നിലും തൃപ്തിപ്പെടാതെ ഒടുവിൽ അയാൾ വാൾട്ടർ സ്കോട്ടിനോട് തന്നെ ചോദിച്ചു, സർ, ഏത് പുസ്തകമാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി വായിക്കേണ്ടത്? അതിന് വാൾട്ടർ സ്കോട്ട് കൊടുത്ത മറുപടി, എന്തുകൊണ്ടാണ് നീ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്? ഒരൊറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ, ബൈബിൾ കൊണ്ടുവരൂ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യനും ഒരൊറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിക്കുവാൻ കൊതിക്കുന്ന ഏത് മനുഷ്യനും വേണ്ടിയുള്ള പുസ്തകം കൂടിയാണ് വിശുദ്ധ ബൈബിൾ. തങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ എത്തുന്നതുവരെ ഒരു വലിയ പങ്ക് ആളുകളും ബൈബിളിൽ തൽപരരാകുകയില്ല. അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധികളിൽ എത്തണം. അനേകർക്കും ഭക്തി 60 കഴിഞ്ഞാണല്ലോ കൂടുന്നത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ കൂടിയും രോഗത്തിൽ കൂടിയും ഒക്കെ പോകണം. ഇത് തെറ്റായ ഒരു പ്രവണതയാകുന്നു സുഹൃത്തെ. പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പോകുമ്പോൾ
ആശ്വാസവും ആനന്ദവും കണ്ടെത്തുവാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു പുസ്തകം ഉണ്ടെന്നുള്ളത് അതിമഹത്തായ സംഗതിയാകുന്നു. എങ്കിൽ തന്നെയും താങ്കൾക്ക് ജീവിക്കുവാൻ സഹായകരമായ ഒരു പുസ്തകം കൂടിയാകുന്നു ഇത്. അതെ, ജീവിതത്തിന്റെ എല്ലാ ഊർജ്ജസ്വലതയോടും കൂടി ജീവിക്കുവാൻ സഹായകരമായ പുസ്തകം. ഇന്നത്തെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്ന പുസ്തകമാണിത് എന്നത്ര ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയം തന്നെ ഈ ലോകത്തിലൂടെ അടുത്തതിലേക്ക് പ്രവേശിക്കുവാനുള്ള ഉറപ്പായ മാർഗം കാണിച്ചു തരുന്നതും ഈ പുസ്തകമാകുന്നു. അടിയന്തരാവസരങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമ്മെ ശക്തരാക്കുന്ന ഒരേ ഒരു പുസ്തകം ഇത് മാത്രമാകുന്നു. തന്നെയുമല്ല, ജീവിതത്തിലുണ്ടാകുന്ന തട്ടലുകളും ഞെട്ടലുകളും നമ്മെ തകർത്തുകളയാതെ സംരക്ഷിക്കുന്നതും ഇതുതന്നെ. മറ്റേതൊരു പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമാണ് വിശുദ്ധ ബൈബിൾ. ഈ മഹൽ ഗ്രന്ഥം ലോകത്തിലെ മഹാന്മാരെ സ്വാധീനിക്കുകയും തന്മൂലം അവർ ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സ്റ്റോൺ പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്: ഇന്നത്തെ ചോദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുവോ? എന്നാൽ ഒരേ ഒരു ചോദ്യം മാത്രമേയുള്ളൂ. അത് സുവിശേഷമാകുന്നു. അത് എല്ലാം പരിഹരിക്കും. അദ്ദേഹം തുടർന്നു, തന്റെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ദൈവമക്കളാകുന്നു എന്നതിൽ താൻ സന്തോഷിക്കുന്നു. കഴിഞ്ഞ 58 വർഷങ്ങളായി താൻ പൊതുപ്രവർത്തനത്തിലാണ്. അതിൽ 11 വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും താൻ ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിലെ അംഗമായിരുന്നു. ആ 47 വർഷങ്ങളിൽ ഈ നൂറ്റാണ്ടിലെ ഉയർന്ന നിലകളിൽ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന 60 ഉന്നതന്മാരുമായി സഹകരിക്കുവാൻ തനിക്ക് സാധിച്ചു. അവരിൽ 5 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ദൈവവചനം വിശ്വസിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിരുന്നു. ഇനിയും എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങളുടെ ഒരു ഭാഗം എന്തെന്നാൽ, ആസൂത്രണം ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ചുരുക്കം ചില വിശ്വാസികൾ മാത്രമേ ഉള്ളൂ എന്നതത്രേ. ഏത് മതത്തിലുള്ളവർ എന്നല്ല, ദൈവവിശ്വാസികൾ. അതെ, ദൈവവചനവുമായി പരിചയമുള്ള ചുരുക്കം ചിലർ മാത്രമേ ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലുള്ളൂ. 1800കളുടെ ആദ്യം ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരുപക്ഷെ അഗ്രഗണ്യനായിരുന്നു മൈക്കൽ ഫരാഡേ എന്നദ്ദേഹം. അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: തങ്ങളെ നയിക്കുവാൻ മനുഷ്യർക്ക് ദൈവത്തിന്റെ ഈ അനുഗ്രഹീത ഗ്രന്ഥമുള്ളപ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു? അനേകം മഹാന്മാരുടെ വാക്കുകൾ എനിക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. ദൈവവചനത്തിൽ അടിയുറച്ചിരുന്ന മഹാന്മാർ, ദൈവവചനം അവരുടെ വഴികാട്ടിയായിരുന്നതിനാൽ അവരൊക്കെ ജീവിതത്തിൽ വിജയം വരിച്ചു. ദൈവവചനത്തിൽ നിന്നും മനുഷ്യൻ എത്രമാത്രം അകലാമോ അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളും കുഴഞ്ഞു മറിഞ്ഞതാകും എന്ന കാര്യം മറന്നുപോകരുത്. ദൈവവചനം ഗ്രഹിക്കാത്തതും അനുസരിക്കാത്തതുമാണ് നമ്മുടെ രാജ്യത്തിൽ നാം ഇന്ന് കാണുന്ന സകല അസമാധാനത്തിനും കാരണം. നമ്മുടെ രാജ്യത്തെ കലാപങ്ങൾ, അതിനൊരു അറുതി വരുത്തുവാൻ, ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുവാൻ, അഴിമതിയും അന്ധതയും നിർമാർജനം ചെയ്യുവാൻ, അതിനുള്ള ഒരേ ഒരു മാർഗം ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ ഗ്രഹിക്കുന്നതും അനുസരിക്കുന്നതുമാകുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വീണ്ടും പറയട്ടെ, മനുഷ്യനെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് കൊണ്ടുവരികയല്ല. പിന്നെയോ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആലോചനകൾ മനുഷ്യനെ ഗ്രഹിപ്പിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കുറഞ്ഞത് നമുക്കെങ്കിലും ദൈവവചനത്തിലേക്ക് വരാം. എന്താ? ദൈവവചനം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ലോക ചരിത്രത്തിൽ തിളങ്ങി നിന്നവരിൽ അനേകർക്കും പറയുവാനുണ്ടായിരുന്നത്, തങ്ങളുടെ മാതാപിതാക്കൾ ഈ ദൈവവചനം തങ്ങൾക്ക് തന്നതിനാൽ, തങ്ങളെ പഠിപ്പിച്ചതിനാൽ ആകുന്നു ശരിയായ പാതയിൽ പോകുവാൻ അവർക്ക് സാധിച്ചതെന്നാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ ധനം ദൈവവചനമാകുന്നു. പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വാങ്ങിച്ചു കൊടുത്തു, നല്ലതാണ്. എന്നാൽ അവരെ അത് പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഹെൻറി വാൻഡ്യൂക്ക് എന്ന മഹാൻ വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
അദ്ദേഹം പറയാണ്, കിഴക്ക് ജനിച്ച് പൗരസ്ത്യ രൂപത്തിലും വേഷവിധാനത്തിലും വിശുദ്ധ ബൈബിൾ സകല ലോകത്തിന്റെയും വഴിയായി, എല്ലാവരുടെയും സ്നേഹിതനായി, തനിക്കുള്ളവരെ കണ്ടെത്താനായി ഓരോ ദേശങ്ങളിലും പ്രവേശിക്കുന്നു. മനുഷ്യഹൃദയങ്ങളോട് നൂറുകണക്കിന് ഭാഷകളിൽ സംസാരിക്കുവാൻ അതിനറിയാം. അത്യുന്നതനായവന്റെ ദാസനാകുന്നതാനും എന്ന് ചക്രവർത്തിയോട് പറയുവാൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ബൈബിൾ ഓരോ ദരിദ്രനും ദൈവത്തിന്റെ പൈതലാകുന്നു എന്ന ഉറപ്പു നൽകുവാനായി കുടിലിലേക്കും പ്രവേശിക്കുന്നു. കുട്ടികൾ ഇതിലെ കഥകൾ കേട്ടിട്ട് അത്ഭുത പരതന്ത്രരാകുന്നു, ആഹ്ലാദിക്കുന്നു. വിദ്വാൻമാർ ഇതിലെ സംഭവങ്ങളെ ജീവിത മാതൃകകളായി അംഗീകരിക്കുന്നു. അപകട സമയത്ത് ഇതിന് സമാധാനത്തിന്റേതായ വാക്കുകളുണ്ട്. ദുരിതത്തിന്റെ മധ്യത്തിൽ ആശ്വാസത്തിന്റെ വാക്ക്, അന്ധകാര സമയങ്ങളിൽ പ്രകാശത്തിന്റെ വാക്ക്. ആളുകൾ കൂടി വരുന്നിടത്ത് ഇതിലെ അരുളപ്പാടുകൾ ആവർത്തിക്കുന്നു. ഇതിലെ ആലോചനകൾ ഏകാഗിയുടെ കാതുകളിൽ മന്ത്രിക്കുന്നു. ദുഷ്ടനും അഹങ്കാരിയും ഇതിലെ മുന്നറിയിപ്പുകളുടെ മുൻപിൽ വിറയ്ക്കുന്നു. എന്നാൽ തകർന്നവനും പശ്ചാത്താപകുലനും ഇതൊരു മാതാവിന്റെ സ്വരമാകുന്നു. കാടും ഏകാന്ത സ്ഥലവും ഇതിനാൽ സന്തുഷ്ടമാക്കപ്പെടുകയും സുപരിചിതമായ ഇതിലെ പേജുകൾ അത് വായിക്കുന്നതിനാൽ അടുപ്പിൽ തീ കൊളുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളിൽ ഇത് നെയ്തിരിക്കുന്നു. അങ്ങനെ സ്നേഹം, സഖിത്വം, സഹതാപം, ഭക്തി, ഓർമ്മകളും പ്രത്യാശകളും എല്ലാം അതിലെ അമൂല്യ ദൂതുകളായ മനോഹര വസ്ത്രത്തിന്മേൽ വെച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം പറയുവാൻ പോയാൽ എനിക്ക് സമയം തികയില്ല. ജീവിതത്തിൽ ഇതിനെ രുചിച്ചറിയുവാൻ കഴിഞ്ഞവർ അതിന്റെ മാധുര്യം വർണ്ണിക്കുമല്ലോ. ഇനിയും വേറൊരു കാര്യം നോക്കാം. ഏത് വിധത്തിലാണ് വിശുദ്ധ ബൈബിൾ അതുല്യമായിരിക്കുന്നത്? ആദ്യം ഞാൻ പറഞ്ഞത് ബൈബിൾ പ്രധാനപ്പെട്ടതാണോ എന്നതാണ്. ഏത് വിധത്തിലാണ് ബൈബിൾ അതുല്യമായിരിക്കുന്നത്? പല പ്രകാരത്തിലും ബൈബിൾ അസാധാരണമായൊരു പുസ്തകം തന്നെയാണ്. ഉദാഹരണത്തിന് ഇതിന് ഇരട്ട ഗ്രന്ഥകർത്തൃത്വമുണ്ട്. ഇരട്ട ഗ്രന്ഥകർത്തൃത്വം അതെന്താണ്? പറയാം. വിശുദ്ധ ബൈബിളിന്റെ ഗ്രന്ഥകാരൻ ദൈവമാകുന്നു. അതേസമയം വേറൊരർത്ഥത്തിൽ മനുഷ്യനാകുന്നു ബൈബിളിന്റെ ഗ്രന്ഥകാരൻ. വാസ്തവത്തിൽ ബൈബിൾ 40-ൽ പരം ഗ്രന്ഥകാരന്മാരാൽ 1500ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇവരിൽ ചിലർ ഇതിലെ തന്നെ മറ്റ് ചില എഴുത്തുകാരെക്കുറിച്ച് കേട്ടിട്ടുപോലും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ 40 പേരുടെ എഴുത്തുകളിൽ വിപരീതത്വം ഒന്നും എങ്ങും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഒരാൾ പറഞ്ഞതിന് വിപരീതമായി വേറൊരാൾ സംസാരിക്കുന്നതേ ഇല്ല എന്ന് ചുരുക്കം. 2-3 പേർ ഒന്നിച്ചായിരുന്നു എന്ന് പറയാം. എന്നാലും മറ്റുള്ളവർ അന്യോന്യം അറിഞ്ഞിരുന്നില്ല. എന്നിരുന്നിട്ടും ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് ആശ്ചര്യജനകമായ തുടർച്ച അനുഭവമാകുന്ന ഒരു പുസ്തകമാണ് ഈ എഴുത്തുകാർ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് തെറ്റൊന്നുമില്ലാത്തതും കൂടിയാകുന്നു. വിശുദ്ധ ബൈബിൾ അപ്രമാദം അത്രേ, തെറ്റില്ലാത്തതാ. ഓരോ ഗ്രന്ഥകാരനും തന്റെ സ്വന്തം തലമുറയിൽ തന്റെ സ്വന്തം ഭാവങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഓരോരുത്തർക്കും തങ്ങളുടേതായ പരിമിതികളുണ്ട്. അവർ അവരുടേതായ തെറ്റുകൾ ജീവിതത്തിൽ വരുത്തുകയും ചെയ്തു. പാവം മോശ തെറ്റ് ചെയ്തു. എന്നാൽ അവൻ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയോ ഏതോ തെറ്റുകളൊന്നും അതിൽ വന്നില്ല. ഒരു കാര്യം ഗ്രഹിക്കണം, ഇത് മാനുഷികമായൊരു പുസ്തകമാണെങ്കിൽ തന്നെ ഇത് ദൈവികമായൊരു പുസ്തകം കൂടിയാകുന്നു. ഇതൊരു സാധാരണ മാനുഷികമായ പുസ്തകമാണ്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകം. ഡോക്ടർമാർ, കൃഷിക്കാർ, മീൻപിടുത്തക്കാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൃദ്ധന്മാർ, യുവാക്കന്മാർ, ധനികർ, ദരിദ്രർ, വിദ്യാസമ്പന്നർ, വിദ്യാവിഹീനർ എന്നിവരെല്ലാം ഇതിലെ ഗ്രന്ഥകർത്താക്കന്മാരായി തീർന്നിട്ടുണ്ട്. ഡോക്ടർ ലൂക്കോസ് എഴുതിയത് ഉയർന്ന ഗ്രീക്ക് ഭാഷയിലായിരുന്നപ്പോൾ ശിമോൻ പത്രോസ്, മുക്കുവനായിരുന്ന പത്രോസ് ഗ്രീക്കിലാണ് തന്റെ ലേഖനങ്ങൾ എഴുതിയത്. ഒട്ടും തന്നെ പ്രശംസനീയമല്ലാത്ത ഭാഷ. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഈ 2 മനുഷ്യരെയും ഉപയോഗിച്ചു. ഈ മനുഷ്യരുടെ ചിന്തകളും ഭാവങ്ങളും അവർ ആഗ്രഹിച്ച പ്രകാരം തന്നെ അവതരിപ്പിക്കുവാനും അതേസമയം തന്നെ അതേ മാർഗത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മാനുഷികമായ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ദൈവത്തിന് പറയുവാനുണ്ടായിരുന്ന കാര്യം അതുപോലെ തന്നെ പറഞ്ഞു. അതത്ര ഈ പുസ്തകത്തിന്റെ അത്ഭുതം. ഇതൊരു ദൈവീക പുസ്തകമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുസ്തകമാണ്.
യഹോവ അരുളി ചെയ്യുന്നു, ദൈവം കൽപ്പിക്കുന്നു എന്നിത്യാദിയുള്ള പ്രയോഗങ്ങൾ കുറഞ്ഞത് 2500 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിനെ ദൈവം പറഞ്ഞ പുസ്തകം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണില്ലേ? ഈ പുസ്തകത്തിലൂടെ താൻ സംസാരിക്കുന്നു എന്ന് ദൈവം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് ജീവൻ അറിയിച്ചു തരുവാൻ, പകർന്നു തരുവാൻ ശക്തമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതുമൂലം താങ്കൾക്കൊരു ദൈവപൈതലാകുവാൻ പോലും സാധിക്കും സുഹൃത്തെ. ഇത് ദൈവം മനുഷ്യനോട് ആശയവിനിമയം നടത്തുന്നതാണ്. അഥവാ ഇപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും സംസാരിച്ചെന്നാൽ അവൻ പണ്ട് പറഞ്ഞത് ആവർത്തിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ തലമുറയോട് തനിക്ക് പറയുവാനുള്ളതെല്ലാം അവൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിലെ വർത്തമാനപത്രം വായിച്ചപ്പോൾ അവൻ പുതുതായി അറിവൊന്നും സമ്പാദിച്ചില്ല എന്നോർക്കണം. നമുക്ക് ബൈബിൾ നൽകിയപ്പോൾ ദൈവത്തിന് അറിവില്ലാതിരുന്ന എന്തെങ്കിലും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ പുതുതായി കണ്ടുപിടിച്ചില്ല. നാം ഇന്ന് പാർക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ ദൈവമാകുന്നു അവൻ. അവൻ മാറ്റമില്ലാത്തവനാകുന്നു. സർവജ്ഞാനിയായ അവൻ നമുക്ക് നൽകിത്തന്ന അമൂല്യ നിധിയാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ ദൈവീകവും മാനുഷികവുമാകുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ നടന്ന് ക്ഷീണിച്ച് ഒരു കിണറ്റിൻകരയിൽ ഇരുന്ന എന്റെ കർത്താവിനെ പോലെയാകുന്നു ഈ ബൈബിൾ. ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കർത്താവ് ദൈവമായിരുന്നു എങ്കിലും അവൻ മനുഷ്യനും കൂടിയായിരുന്നു. 100% ദൈവവും 100% മനുഷ്യനും. 50% ദൈവവും 50% മനുഷ്യനുമല്ല. ദൈവവചനവും 100% ദൈവികവും അതേസമയം 100% മാനുഷികവുമാകുന്നു. അവൻ ഇവിടെ ജനങ്ങളോട് സംസാരിച്ചു, നമ്മുടെ കർത്താവ് അവരോട് ആശയവിനിമയം നടത്തി. ഈ പുസ്തകവും ആശയവിനിമയം നടത്തുന്നതാണ്. ഇത് ഇന്ന് മനുഷ്യവർഗത്തോട് സംസാരിക്കുന്നു. മനുഷ്യനായിരിക്കുന്ന വിധത്തിൽ അവനു വേണ്ടി ഉള്ളതാണ് ബൈബിൾ. ഒരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി, 2 നിത്യതകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാകുന്നു ബൈബിൾ എന്ന്. ഈ ഇടനാഴിയിലൂടെ ദൈവത്തിന്റെ ക്രിസ്തു നടക്കുന്നു. അവന്റെ അദൃശ്യമായ കാലടികൾ പഴയ നിയമത്തിലൂടെ പ്രതിധ്വനിക്കുന്നു. എന്നാൽ നാം അവനെ മുഖാമുഖമായി കാണുന്നത് പുതിയ നിയമമാകുന്ന സിംഹാസനമുറിയിലാണ്. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിലൂടെ മാത്രമാണ് ഞാൻ എന്റെ പാപങ്ങൾക്ക് ക്ഷമ കണ്ടെത്തിയതും നിത്യജീവനെ കണ്ടതും. ക്രിസ്തു എന്ന പദത്തിൽ പഴയ നിയമം സംക്ഷേപിച്ചിരിക്കുന്നു. അതേസമയം യേശു എന്ന പദത്തിൽ പുതിയ നിയമം സംക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ മുഴുവൻ ബൈബിളിന്റെ ചുരുക്കം യേശു ആകുന്നു. അതെ, യേശുവാകുന്ന ക്രിസ്തു. ബൈബിളിന്റെ പിൻപിലും കീഴിലും മുകളിലും അപ്പുറവും ഇപ്പുറവും ബൈബിളിലെ ദൈവത്തെ മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യനുള്ള ദൈവഹിതത്തിന്റെ എഴുതപ്പെട്ട വെളിപ്പാടാണ് വിശുദ്ധ ബൈബിൾ. ഇതിന്റെ ചിന്താവിഷയം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാകുന്നു. മറ്റെല്ലാ പുസ്തകങ്ങളും ഒരു കാലത്തേക്ക് ഒരു പ്രായക്കാർക്ക് മാത്രമാണ് പ്രയോജനപ്പെടാറുള്ളത്. എന്നാൽ ഏത് പ്രായക്കാർക്കും ഏത് കാലത്തേക്കും ഏത് രാജ്യത്തും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. മിക്ക പുസ്തകങ്ങളും ഒരു പശ്ചാത്തലത്തിൽ മാത്രം അംഗീകരിക്കപ്പെടുന്നതാണ്. ഏത് ഭാഷയിൽ എഴുതിയോ ആ ഭാഷക്കാരും അതേ സംസ്കാരമുള്ളവർക്കും. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. ഇപ്പോൾ നിർജീവമായി പോയ ഭാഷകളിലാണ് ഈ ബൈബിൾ ആദ്യം എഴുതിയതെന്ന് ആർക്കും ഒരു പ്രാവശ്യം പോലും തോന്നുകയില്ല. എനിക്ക് വേണ്ടി എന്റെ ഭാഷയിൽ പ്രത്യേകം എഴുതിയതായി മാത്രമേ ഏതൊരാൾക്കും ബൈബിളിനെക്കുറിച്ച് തോന്നുകയുള്ളൂ. അങ്ങനെ മാത്രമാണ് മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എത്ര മഹത്തമായ, എത്ര ഉന്നതമായ ഒരു ആലോചനയാണ് ദൈവം നമ്മുടെ കൈകളിൽ നൽകിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ബൈബിൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, ഇതിന് എത്രമാത്രം വില താങ്കൾ കൽപ്പിക്കാറുണ്ട്? ഒരു നിമിഷം താങ്കളെ തന്നെ ഒന്ന് വിലയിരുത്തൂ. ബൈബിൾ പഠിക്കുവാൻ നാം ആരംഭിക്കുന്ന ഈ സമയത്ത് ബൈബിളിന് നാം കൊടുക്കേണ്ടതായ പ്രാധാന്യം വ്യക്തിപരമായി കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇതിന്റെ വിലയെക്കുറിച്ച് ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽക്കോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽക്കോഴ.
സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. ലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴാ. ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴാ. ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴാ. വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ. എന്നും പുതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. എന്നും പുതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. തേനോടു തേൻ കൂടതിലെ നൽതെളിയേൻ ഇതിനു സമമോ തോഴാ. ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാ വഴി പറയും തോഴാ. ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാ വഴി പറയും തോഴാ. ജീവസന്ദേശം 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 ജീവസന്ദേശം